മനോരമ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ മാസ്കോമിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ എക്സിബിഷൻ. പത്രത്തിലെ വാർത്ത കണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നത്. കയറിയപ്പോൾ തന്നെ അവിടെയുള്ള വിദ്യാർത്ഥികൾ തന്നെ ഒരുക്കിയ മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള ഒരു മാഗസിൻ, അതിലെ കാഴ്ചകൾ കണ്ടായിരുന്നു തുടക്കം. പിന്നീട് അവർ തന്നെ തയ്യാറാക്കിയ പത്രങ്ങളുടെ പല പതിപ്പുകളും കണ്ടു. അവിടുത്തെ ഒരുക്കങ്ങൾ പോലും പത്രങ്ങളും മാഗസിനും എല്ലാം ഉപയോഗിച്ചായിരുന്നു. കണ്ടത് കേട്ടത് ഇത് കാർട്ടൂണുകളുടെ ഒരു സെക്ഷൻ ആയിരുന്നു. അവിടെയുള്ള വിദ്യാർത്ഥികളുടെ കാർട്ടൂണുകൾക്കൊപ്പം കുഞ്ചുകുറുപ്പും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ കാണുന്ന ഡോക്യുമെന്ററികളും അവിടെയുള്ളവർ തന്നെ തയ്യാറാക്കിയതാണ്. ഏറ്റവും ഭാഗ്യമായി കണ്ടത് ഈ ഒരു സംഗതിയാണ്, വാർത്താ വായന. ആദ്യം നിഷാനാണ് തുടങ്ങിയത്, പിന്നീട് ഞാനും കയറി. ഞങ്ങൾ രണ്ടുപേരും വാർത്ത വായിക്കുന്നത് കണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പപ്പായും ചെറുതായി ഒന്ന് വാർത്ത വായിച്ചു, ഒപ്പം മമ്മായും. പലതരം ക്യാമറകളും കാണാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചു. എന്നാൽ ഈ എക്സിബിഷൻ ഏറ്റവും രസകരമായത് ഈ ഒരു ഗെയിം സോൺ വന്നപ്പോഴാണ്. പലതരം മത്സരങ്ങൾ. സത്യം പറയാമല്ലോ, എല്ലാ മത്സരവും ഞങ്ങൾ പൊളിച്ചടുക്കി. ആദ്യം പ്രധാനപ്പെട്ട പല മാധ്യമ പ്രവർത്തകരെയും കണ്ടെത്താനായിരുന്നു. അവരെ കണ്ടെത്തി ഞങ്ങൾ സമ്മാനം നേടി. ഞങ്ങളുടെ പ്രകടനം കണ്ടിട്ടാണെന്ന് തോന്നുന്നു കേക്കും ചായയും എല്ലാം ലഭിച്ചു. അടുത്തത് ഒരു ക്രിക്കറ്റ് മത്സരമായിരുന്നു, ഒരു ക്രിക്കറ്റ് ക്വിസ്. അതിനും ഞങ്ങൾക്ക് സമ്മാനം ലഭിച്ചു. അഫ്ഗാനി പെൺകുട്ടിയുടെ പടം പസിൽ കറക്റ്റായിട്ട് വെച്ചു, അതിനും സമ്മാനം കിട്ടി. പക്ഷേ മമ്മ വന്നതിന് ശേഷം ഞങ്ങൾ ചെയ്ത അവസാനത്തെ വേർഡ് പസിൽ, അതിൽ മാത്രം ഞങ്ങൾ പരാജയപ്പെട്ടുപോയി. ഒരു മർഡർ സോൾവ് ചെയ്യാനുള്ള പസിലിലൂടെ ഞങ്ങൾ അവിടെയുള്ള മത്സരങ്ങളെല്ലാം ചെയ്തു തീർത്ത് തിരികെ വീട്ടിലേക്ക് പോകാൻ പുറപ്പെട്ടപ്പോഴാണ് വെളിയിൽ രാംജറാവു സ്പീക്കിങ്ങിനെ പോലെ പഴയകാല മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിഷാൻ കളിച്ചുകൊണ്ടിരുന്നത്. തിരികെ വീട്ടിലെത്തി അവിടെ നിന്നും ലഭിച്ച സുവനീർ തുറന്നു നോക്കിയപ്പോൾ അത്ഭുതം. അവിടെ ആ എക്സിബിഷനിൽ വെച്ചെടുത്ത ഞങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാർത്ത. എന്തായാലും ഒരുപാട് നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച എക്സിബിഷൻ ഒരുക്കിയതിന് മാസ്കോമിന് പ്രത്യേക താങ്ക്സ്.